2006 AC ഇഞ്ചക്ടർ വണ്ടി. AC ആണ്, ഇഞ്ചക്ടർ വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ഇത് 2013 ഈക്കോ 5 സീറ്റർ AC, 62,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ജെന്യൂൻ കമ്പനി സർവീസ്. ഇത് 2006 വണ്ടി, LX ആണ്, പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗ് AC ഉണ്ട്. AC 2011 വണ്ടി, സിംഗിൾ ഓണർ, 1,34,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. നിസാൻ സണ്ണി 2012 മോഡൽ, 12 തന്നെ ഡീസലാണ്, 1,00,000 കിലോമീറ്റർ, ടോപ്പ് എൻഡ് വണ്ടിയാണ്, രണ്ട് സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. 2016 ഷിഫ്റ്റ് VX, സെക്കൻഡ് ഓണർ, 57,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവിടേ നമ്മളിപ്പം കൊല്ലം ജില്ല തന്നെയാണ്. ഈ കൊല്ലം ജില്ല എന്ന് കേൾക്കുമ്പം ഇട്ടിട്ട് പോകരുത്. കാരണം പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ചൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം പോകുന്ന കടകളെ ഒഴിവാക്കിയെന്നല്ല, അവിടെ നമ്മൾ പോവും, റൊട്ടേഷൻ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് പുതിയ പുതിയ കടകൾ കൂടി ഒപ്പിച്ച് തരിക, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ അങ്ങനെയുള്ള കടകൾ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ അത് കൊണ്ട് എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതായ സ്ഥലങ്ങളിലൊക്കെ വന്നാണ് ഞാനിപ്പോൾ വീഡിയോകൾ ചെയ്തു തരുന്നത്. കാഞ്ഞിരത്ത് മൂട് MG ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബെസ്റ്റ് ഡീൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം ഒരു 60-65 രൂപയൊക്കെ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. എന്നും പറഞ്ഞ് 60-65 രൂപ പോലുള്ള വണ്ടികളാണ് എല്ലാം എന്ന് കരുതരുത്. കാരണം എൻ്റെ ബാക്കി കിടക്കുന്ന വണ്ടികൾ കണ്ടില്ലേ, അങ്ങനത്തെ വണ്ടികളും ഉണ്ട്. അതായത് നല്ല ക്വാളിറ്റി വണ്ടികളും. നിസാൻ്റെ വണ്ടിക്കൊക്കെ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് 2012 മോഡൽ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എത്രമാത്രം ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മിനിമം ഒരു 3 മിനിറ്റ് എങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒന്ന് ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഈ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൻ്റെ രീതി അനുസരിച്ച് ഇത് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു വീഡിയോ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു എന്നുള്ളൊരു പ്രവണത വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു 3 മിനിറ്റെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ കിടന്ന് പാടുപെടുന്നതിനും ഓടുന്നതിനൊക്കെ എനിക്കല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലായിപ്പോവും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങൾ ഇനി അങ്ങോട്ട് ഒരു 3 മിനിറ്റെങ്കിലും വീഡിയോകൾ കാണും എന്നുള്ള പ്രതീക്ഷയിലും ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പുള്ളി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പേര്? എങ്ങനെയാണ്? അതുൽ. അതിലെ ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളത് കറക്റ്റ് ഒന്ന് പറഞ്ഞു. ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്ത് റൂട്ടും പറഞ്ഞു കൊടുക്കണം. കടക്കൽ ടു മടത്തറ റൂട്ട്, കാഞ്ഞിരത്ത് മൂട് ജംഗ്ഷൻ, MG ജംഗ്ഷൻ എന്ന് പറയും. MG ജംഗ്ഷൻ കറക്റ്റ് അവിടെയാണ്. ഓക്കെ. എന്തെങ്കിലും ലാൻഡ് മാർക്ക് ഉണ്ടോ ആൾക്കാർ? ലാൻഡ് എന്ന് പറയുമ്പോഴേ AMJ ഓഡിറ്റോറിയം. അത് എത്തുന്നതിന് മുമ്പായിട്ടാണ് അല്ലേ? എത്രതിന് മുമ്പ്, തൊട്ട് മുമ്പായിട്ടുള്ള വല സൈഡിൽ കാണാം. നിലമേൽ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? നിലമേന്നൊരു 5-6 അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം വണ്ടികൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ 60 രൂപ തൊട്ടല്ലേ വണ്ടി ഉണ്ടെന്ന്? 60 രൂപ തൊട്ട്. ഒരു ഇന്നോവയ്ക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വണ്ടി അത് സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ കേരള. അതിൽ എന്തൊക്കെയാണ് അഡീഷണൽ ചെയ്തിട്ടുണ്ടെന്ന്? Type 4 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണിഞ്ഞിട്ടുണ്ട് വണ്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ആ വണ്ടികളുടെ എല്ലാ ഒരു വിശേഷങ്ങളും നോക്കിയിട്ട് വരാം. 2011 വണ്ടി, സിംഗിൾ ഓണർ, 1,34,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. Type 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 4 പുതിയ ടയർ, അലോയ് വീൽസ്, ഓപ്ഷൻ V ആണ്. 2 എയർ ബാഗ് വരണം. ഒറിജിനൽ കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള. ഡോക്ടർ യൂസ്ഡ് വണ്ടി. ഡോക്ടർ യൂസ്ഡ് എന്ന് പറയരുത്. ഡോക്ടർ യൂസ്ഡിന് വലിയ പ്രത്യേകതകളില്ല, അത് മനസ്സിലാക്കും. നമ്മളെ പോലെ സാധാരണക്കാരൻ, അത്രേ ഉള്ളൂ. ഇല്ല, പുള്ളി ഹോസ്പിറ്റലിൽ വീട് അങ്ങനെ നടന്ന പുള്ളി, അത്രേ ഉള്ളൂ. അപ്പോൾ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 11. പുള്ളി 11 എടുത്തിട്ട് ഇതുവരെ പുള്ളി തന്നെ ഓടിച്ചത്. അത് തന്നെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 1,34,000 ഓടിയിട്ടുണ്ട്. 1,34,000 അത്രേ ഓടിയിട്ടുള്ളൂ. 7 സീറ്റർ വിത്ത് എയർ ബാഗ്, ഓപ്ഷൻ B. എത്ര എയർ ബാഗ് ഉണ്ട്? 2 എയർ ബാഗ്. 2 എയർ ബാഗ്. ഓക്കെ. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്? ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചല്ലേ? സെപ്പറേറ്റാ. ഈ ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. എല്ലാ ടയറും മാറിയോ? പുതിയ ടയറാ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് ഫൈനൽ 860 കൈ കിട്ടിയാൽ കൊടുക്കാം. 860 ലാസ്റ്റ് പ്രൈസ്? ലാസ്റ്റ് അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. യാതൊരു തരം തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ഉണ്ട്. ടച്ച് ചെയ്യുന്ന ചെറിയ. ഇത് 2006 വണ്ടി, LX ആണ്, പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗ് AC ഉണ്ട്. ഇതാകുമ്പോഴേ സെക്കൻഡ് ഓണർ, 96,000 കിലോമീറ്റർ. 96 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. ജെനുവിൻ കിലോമീറ്റർ. എത്ര ഫൈനൽ ഒരു 80 രൂപ കിട്ടിയാൽ കൊടുക്കാം. 80 രൂപ. അത് ഈ താത്ത് കൊടുക്കുമോ? താത്ത് അവരെന്നെ പേര് പറഞ്ഞെങ്കിൽ താത്ത് കൊടുക്കാം. എങ്ങനെ പേര് അവര് മാറുവാണെങ്കിൽ ആ ചെലവ് ഒഴിവാക്കുവാണെങ്കിൽ കുറച്ച് കൊടുക്കാം.
ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ. ഇല്ല 2006. അപ്പോൾ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര ഉണ്ട്? പേപ്പർ 26 അവസാനം വരെ ഉണ്ട്. 26 അവസാനം വരെ ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇത് 2013 ഈക്കോ 5 സീറ്റർ AC, 62,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ജെന്യൂൻ കമ്പനി സർവീസ്. ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. യാതൊരു തരം അപാകതകളും ഇല്ല. ഗ്ലാസ് ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ്. അത് മാറിയാൽ റീപ്ലേസ്മെന്റ് ആവും. കമ്പനി ഗ്ലാസ്സിൽ തന്നെ കിടക്കുകയാണ്, മാറാതിട്ടേക്കാണ്. എവിടെയാണ്? അതാണ്ട് ഇവിടെ അല്ലേ? ഒറിജിനൽ ഗ്ലാസ് ആണ്. 13 ഒറിജിനൽ ഗ്ലാസ് ആണ്, മാറ്റിയിട്ടില്ല. മാറി കൊടുക്കൂ. ഇപ്പൊ കസ്റ്റമർ എന്ന് പറയാണ് ഗ്ലാസ് മാറി തരാമോ? കൊടുക്കാം. സർവീസ് ചെയ്തിട്ടേക്കാണോ? സർവീസ് ചെയ്തിട്ടേക്കാം. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനല് ഒരു 2.30 കൈ കിട്ടണം. 2.30. ലാസ്റ്റ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഫൈനൽ എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ ചോദിക്കുന്നത് എന്നുള്ള രീതി ചോദിച്ചാൽ പോരെ? ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടിട്ട് വരുന്നവരായാലും ചോദിക്കും. അതെ. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഓ അങ്ങനെ. ഓക്കെ, ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കിടക്കുന്നു. നമുക്ക് ആദ്യം എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? ഫിനാൻസാ? ഫിനാൻസ് നമുക്കൊരു 1.5 വരെ ഫിനാൻസ് കിട്ടും. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 2.25. 2.25. അപ്പോൾ ഒരു 70 രൂപ 75 രൂപ കൊണ്ടെങ്കിൽ. ഇതാണ് ഈ 2023 വണ്ടിയാണ്. സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും ടോപ്പാണ്? ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ടാറ്റയിൽ തന്നെ ടോപ്പ് എൻഡ് വണ്ടി. ഇത് ഏതാ വണ്ടി? ഇത് ടാറ്റ അൾട്രോസ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ 9.5 കിട്ടിയാൽ കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്ത് വേണം? ഇറങ്ങിയപ്പോഴൊരു 10-10.5 ചില്ലറാണ്. ഇത് ഏത് വർഷമായിരുന്നു? 2023 മോഡൽ. ഏറ്റവും പുതിയതല്ലേ? അല്ല, വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെറ്റ് വണ്ടി. എത്ര ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കാടാ? ഫിനാൻസാ? ഫിനാൻസ് ഒരു 7 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 7 രൂപ ഫിനാൻസ് കിട്ടും. അപ്പോൾ നമുക്കൊരു 2-2.5 അല്ലേ? 2 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇതിന് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 15. അത്ര കിട്ടത്തോ? ഓട്ടോമാറ്റിക് ആണ്. രണ്ടാമത് പിന്നെ ഇതിനൊക്കെ നല്ല വെയിറ്റ് അല്ലേ? നല്ല ബിൽഡ് ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കും. 2016 സ്വിഫ്റ്റ് VX, സെക്കൻഡ് ഓണർ, 57,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. ഫൈനൽ 2.80 കിട്ടിയാൽ കൊടുക്കുക. 2016 VX 2.80 ഫൈനൽ. 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. പിന്നെ സൈഡ് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാവുന്ന ആക്കിയതാണോ? അല്ലല്ല, കമ്പനി വരുന്നത്. ടയർ കണ്ടീഷനൊക്കെ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ട് ബാക്ക് ഗ്ലാസ് ഇടിച്ചിട്ട് അതറിയാൻ വയ്യ. മേജർ ആക്സിഡന്റ് അങ്ങനെ? അല്ലല്ല, മേജർ ഇതൊന്നുമില്ല. ഗ്ലാസ് മാത്രമേ ഉള്ളൂ? അതോ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് മാറിയോ? ഇതൊക്കെ മാറി? അല്ലല്ല, ഗ്ലാസ് മാത്രം. അത് കമ്പനിയിലാണ് ചെയ്തേക്കണം. ഹിസ്റ്ററി ഉള്ള നിസാൻ സണ്ണി 2012 മോഡൽ. 12 തന്നെ ഡീസലാണ്. 1,00,000 കിലോമീറ്റർ. ടോപ്പ് എൻഡ് വണ്ടിയാണ്. 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. കിലോമീറ്റർ 1,00,000 കഴിഞ്ഞല്ലേ? 1,00,000 കിലോമീറ്റർ ആണ്. ഫൈനൽ നമുക്കൊരു 2.25 രൂപയ്ക്ക് കൊടുക്കാം. ഇന്ത്യയിൽ എല്ലാം പക്ക. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് അല്ല, കമ്പനി സർവീസ് അല്ല. 4 പവർ വിൻഡോ ആണ്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ് കളയുന്നത്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് മൈലേജ് എന്താണ്? നിസാൻ അല്ലേ, ഒരു 22 മൈലേജ് കിട്ടും. ഡീസലാണ്. അപ്പൊ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുള്ളത്. 2019 ഹോണ്ട അമേസ്, സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ ആണ്. കിലോമീറ്റർ എല്ലാം ജെനുവിൻ തന്നെ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ് അങ്ങനെ? ഇത് ഫസ്റ്റ് ടോപ്പ് വേരിയന്റ് ആണോ മിഡിൽ ആണോ? സെക്കൻഡ് വേരിയന്റ് ആണ്. പക്ഷേ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡബിൾ വരുന്നുണ്ട്? 2 എയർ ബാഗ് വരുന്നുണ്ട്. ടയർ കണ്ടീഷനൊക്കെ നല്ല ടയറാണ്, കുഴപ്പമില്ല. ടയേഴ്സ് എല്ലാം മാറിയിട്ടേക്കാണോ? പുതുതായിട്ട് ഇട്ടല്ലോ അല്ലേ? പുതിയതായിട്ട് ഇട്ടേക്കാം. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? ഇതാണെങ്കിൽ ഒരു 20 അടുപ്പിച്ച് കയറും. 20 അത്ര കിട്ടും. ഡീസലാണ്? പെട്രോളാണ്. 2014 കേട്ടനാണ്. സിംഗിൾ ഓണർ, 69,000 കിലോമീറ്റർ വിത്ത് ഫുൾ കമ്പനി സർവീസ്. ഈ കിലോമീറ്റർ എല്ലാം ജെനുവിൻ തന്നെ? ജെനുവിൻ കിലോമീറ്റർ ആണ്. നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടികൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. അല്ല, 60-69 ഒക്കെ തന്നെ നീ എല്ലാത്തിന്റെയും പറയണം. സിംഗിൾ ഓണർ വണ്ടിയാണ്.
ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. ഇല്ല. ഇതും ടയറൊക്കെ നല്ല ടയറാണ്, കുഴപ്പമില്ല. ഇത് ബേസ് ആണല്ലേ? ആ, ബേസ് മോഡൽ LX. VX ആകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് 2 പവറിൻ്റെ വരും. പിന്നെ RPM കാണിക്കും സ്പീഡോമീറ്ററിൽ. ഓക്കെ. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2.35 ചോദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2014 സിംഗിൾ ഓണർ. 2017 LX ആണ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററൊക്കെ എന്തോ? 45,000 കിലോമീറ്റർ. 45. ഇത് കുറച്ച് സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ടല്ലേ? വേറെ എന്തെങ്കിലും അപാകതകൾ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ തട്ടിട്ടാ മുട്ടിട്ടാ ഒന്നുമില്ല. ഇല്ല. ഫോർഡോ പവറിൻ്റെ ആണല്ലേ? അല്ലല്ല, ഫ്രണ്ട് ഡോർ 2 LX ആണ്. അതെ. ടയറൊക്കെ ആവറേജ് ടയർ, കുഴപ്പമില്ല. ഫ്രണ്ട് നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് 4.25. 4.25. 2006 AC ഇഞ്ചക്ടർ വണ്ടി. AC ആണ്, ഇഞ്ചക്ടർ വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? കൃത്യമായിട്ട് അറിയാൻ വയ്യ. അല്ല, ഇത്രയും പഴയ വണ്ടിയാകുമ്പം എന്തായാലും നമുക്കത് പറയാൻ പറ്റത്തില്ല. തിരിഞ്ഞാണല്ലോ, 1 ലക്ഷമൊക്കെ ഓടിയിട്ടേ തിരിഞ്ഞാണ്. ടയർ പുതുതായിട്ട് ഇട്ടേക്കാണോ? ഈ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് ആയിട്ടുണ്ടോ? മേജർ റീപ്ലേസ്? ഇല്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നും. ഡോർ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല. എഞ്ചിനൊക്കെ എങ്ങനെയാണ്? എഞ്ചിൻ പക്കയാണ്. AC നല്ലപോലെ കിട്ടൂ? AC കൂളിംഗ് ഉണ്ട്. ഇത് എത്ര ചെയ്യുന്നത്? 60? 60 രൂപ ഫൈനലി. 60 രൂപ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര ആളുണ്ട്? പേപ്പർ 26 അവസാനം വരെ കിടപ്പുണ്ട്. 2026 മാസം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞതിൽ പല വണ്ടികളും ഇവൻ കാണിച്ചിട്ടില്ല. കാരണം പറഞ്ഞാൽ ഈ റീപ്ലേസ്മെൻറ്റ്സ് ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഉള്ളതോ അല്ലെങ്കിൽ ഈ പണിത് കൊടുക്കണമെന്ന് വെച്ച് ഇട്ടേക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ തൽക്കാലം കാണിക്കേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം പണിത് വരുമ്പോൾ ഉള്ള ചിലവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ അവർക്ക് വില ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികൾ ഞാൻ കാണിച്ചില്ല. അല്ലാതെ നോക്കിയാൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് തന്നെ 2-3 കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളും ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ഞാനിത് എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം സ്ഥിരം ചെയ്യുന്ന വീഡിയോകളിലെല്ലാം ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേരളത്തിലുള്ള വണ്ടികളൊന്നും റീപ്ലേസ്മെൻറ്റ്സ് ഇല്ലാത്ത വണ്ടികളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം റീപ്ലേസ് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുള്ളി തന്നെ വേണ്ട, കാണിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളാണ് ഞാൻ കാണിച്ചത്. വില കുറഞ്ഞ വണ്ടികളും മിഡിൽ ക്ലാസ് ഫാമിലീസിന് എടുക്കാൻ പറ്റിയ റേഞ്ചിനുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.